ഒരു പുസ്തകം പോലും തുറക്കാതെ, ഒരു വരി നോട്ട്സ് പോലും എഴുതാതെ, വെറുതെ കേട്ട് പഠിച്ച് മാത്രം PSC പരീക്ഷയിൽ ഉയർന്ന റാങ്ക് നേടാമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സത്യത്തിൽ അതൊരു തമാശയായിട്ട് എല്ലാവർക്കും തോന്നും അല്ലേ? അതെയല്ലേ, ശരിക്കും അതൊരു തമാശയായിട്ട് തന്നെ തോന്നും. കാരണം നമ്മളൊക്കെ മനസ്സിൽ PSC പഠനം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം വരുന്നത് ആ വലിയ കാര്യങ്ങളാണല്ലോ. തീർച്ചയായും. ആ വലിയ റാങ്ക് ഫയലുകൾ, പിന്നെ മണിക്കൂറുകളോളം ലൈബ്രറിയിലിരിക്കുന്ന കാഴ്ചകൾ. അതെ, ഒരു തലയണയുടെ വലിപ്പമുള്ള പുസ്തകങ്ങളും ഉറക്കമൊഴിച്ചിരുന്ന് നോട്ട്സ് എഴുതുന്ന ഉദ്യോഗാർത്ഥികളും. പക്ഷേ ഇന്ന് നമ്മൾ ഈ പഠനയാത്രയിൽ പരിശോധിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഈ പഴയ രീതികളെ ആകെ പൊളിച്ചെഴുതുകയാണ്. ശരിയാണ്. പൂർണ്ണമായും മാറ്റി ചിന്തിപ്പിക്കുന്ന ചില ആശയങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. പ്രത്യേകിച്ച് സ്വന്തമായൊരു സർക്കാർ ജോലി എന്ന സ്വപ്നം മനസ്സിലുണ്ടായിട്ടും വീട്ടുജോലികൾക്കിടയിൽ പുസ്തകം തുറക്കാൻ സമയം കിട്ടാത്ത വീട്ടമ്മമാർക്ക് എങ്ങനെ വളരെ സിമ്പിളായിട്ട് ഒരു ടെൻഷനുമില്ലാതെ ഉന്നത റാങ്ക് നേടാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് വിശദമായി പരിശോധിക്കാം, അല്ലേ? തീർച്ചയായും. ഒറ്റനോട്ടത്തിൽ ഇതൊരു അവിശ്വസനീയമായ അവകാശവാദമായി തോന്നാം. കാരണം നമ്മൾ കാലാകാലങ്ങളായി ശീലിച്ചുവന്ന രീതികൾക്ക് വിപരീതമാണല്ലോ ഇത്. പക്ഷേ ഈ കുറിപ്പുകൾ നമ്മളോട് പറയുന്നത് പഠനത്തെ പുതിയൊരു രീതിയിൽ കാണാനാണ്. അതായത് സിലബസ് എങ്ങനെ തീർക്കാമെന്നതിനേക്കാൾ മറ്റൊരു കാര്യമുണ്ടിതിൽ. അതെ. ഇവിടെ ഏറ്റവും കൗതുകകരമായ കാര്യം എന്താണെന്നാൽ പഠിക്കാനിരിക്കുന്ന ആളുടെ മാനസികാവസ്ഥയെക്കുറിച്ചാണ് ഈ സ്രോതസ്സ് ആദ്യം തന്നെ സംസാരിക്കുന്നത്. ഓഹോ, അവിടെയാണ് എനിക്കും വലിയ കൗതുകം തോന്നിയത്. നമ്മളെപ്പോഴും സിലബസ്, കണക്ക്, കറണ്ട് അഫയേഴ്സ് എന്നൊക്കെയാണല്ലോ ചർച്ച ചെയ്യാറ്. അതെ, എപ്പോഴും അതുതന്നെയാണ് എല്ലാവരും പറയുക. പക്ഷേ ഈ കുറിപ്പുകളിൽ കൃത്യമായി പറയുന്നുണ്ട് PSC ഇനി എത്ര കടുപ്പമാണെങ്കിലും ഇനിയൊരു ടെൻഷനും വേണ്ട എന്ന്. എനിക്ക് തോന്നുന്നത് ഒരു പുസ്തകം തുറക്കുന്നതിന് മുൻപ് തന്നെ മനസ്സിലേക്ക് കയറി വരുന്ന ഈ ടെൻഷനല്ലേ യഥാർത്ഥത്തിൽ സിലബസിനേക്കാൾ വലിയ വില്ലൻ. സംശയമില്ലാതെ പറയാം, അതുതന്നെയാണ് പ്രധാന പ്രശ്നം. ഒരു വലിയ മല കയറാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മൾ സ്വയം പുറത്തൊരു വലിയ ഭാരം ചുമക്കുന്നത് പോലെയാണോ ഈ ടെൻഷൻ? മല കയറാൻ തന്നെ പാടാണ്, അപ്പോഴാണ് ഈ അനാവശ്യ ഭാരം. വളരെ കൃത്യമായ ഉപമയാണത്. ആ ഭാരമാണ് നമ്മളെപ്പോഴും താഴേക്ക് വലിക്കുന്നത്. ശാസ്ത്രീയമായി നമ്മൾ ഈ വിഷയത്തെ സമീപിച്ചാൽ എന്തുകൊണ്ടാണ് ഈ ടെൻഷൻ ഇത്ര വലിയ പ്രശ്നമാകുന്നതെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാം. എന്താണ് ശരിക്കും അതിന്റെ പിന്നിലെ ശാസ്ത്രം? അതായത് നമ്മൾ അമിതമായി ടെൻഷൻ അടിക്കുമ്പോൾ, പരീക്ഷയെക്കുറിച്ച് ഓർത്ത് ഉത്കണ്ഠപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്നൊരു ഹോർമോൺ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഓ, ഈ സ്ട്രെസ് ഹോർമോണാണോ പ്രശ്നക്കാരൻ? അതെ അതെ. ഇത് നമ്മുടെ തലച്ചോറിലെ ഹിപ്പോകാമ്പസ് എന്ന ഭാഗത്തിന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കും. പുതിയ വിവരങ്ങൾ ഗ്രഹിക്കാനും അത് ഓർമ്മയായി സൂക്ഷിക്കാനും സഹായിക്കുന്ന ഭാഗമാണിത്. അതായത് നമ്മൾ ടെൻഷൻ അടിച്ച് പഠിക്കാനിരുന്നാൽ തലച്ചോർ അത് സ്വീകരിക്കില്ല എന്നാണോ? തീർച്ചയായും. നിങ്ങളുടെ തലച്ചോർ പുതിയ വിവരങ്ങൾ സ്വീകരിക്കാൻ തയ്യാറല്ല എന്നാണതിനർത്ഥം. ഭയം നമ്മുടെ വർക്കിംഗ് മെമ്മറി പകുതിയായി കുറയ്ക്കും. ശരിയാണ്. ഇപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നു. പലരും പറയാറില്ലേ, രാത്രി മുഴുവൻ ഞാൻ ഉറക്കമൊഴിച്ചു പഠിച്ചു, ഒരു പേജ് 10 തവണ വായിച്ചു, എന്നിട്ടും രാവിലെ ഒന്നും ഓർമ്മയില്ല എന്ന്. അതെ, അത് വളരെ സാധാരണമായി കേൾക്കുന്നൊരു പരാതിയാണ്. അപ്പോൾ ഇതിന് കാരണം അവരുടെ ഓർമ്മക്കുറവല്ല, മറിച്ച് ആ സമയത്ത് അവരനുഭവിച്ച ടെൻഷനാണ് വിവരങ്ങളെ തലയിൽ കയറാൻ അനുവദിക്കാത്തത്, അല്ലേ? കൃത്യമായി പറഞ്ഞു. അതുകൊണ്ടാണ് ഇനിയൊരു ടെൻഷനും വേണ്ട എന്ന് സ്രോതസ് അടിവരയിട്ട് പറയുന്നത്. പരീക്ഷ കടുപ്പമാണെന്ന് അവർക്കറിയാം, സിലബസ് വലുതാണെന്നും അറിയാം. ഒന്നല്ലാതാകുമ്പോൾ കാര്യങ്ങൾ താനെ മനസ്സിലേക്ക് കയറും. അത് വളരെ നല്ലൊരു പോയിന്റാണ്. എന്നാൽ എനിക്കിവിടെ ചെറിയൊരു സംശയമുണ്ട്. ടെൻഷൻ പാടില്ല എന്നൊക്കെ കേൾക്കാൻ വളരെ നല്ലതാണ്. മനസ്സമാധാനത്തോടെ പഠിക്കണം. പക്ഷേ ഇതൊക്കെ എങ്ങനെ പ്രായോഗികമാകും? എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്? അതായത് ഇത്രയും വലിയ സിലബസ്, ചരിത്രം, ഭരണഘടന, ശാസ്ത്രം, വർഷങ്ങൾ, ഇതെല്ലാം നോട്ട്സ് എഴുതാതെ വെറുതെ സിമ്പിളായി കേട്ട് പഠിക്കാമെന്നാണ് പറയുന്നത്. സ്രോതസ്സിൽ പറയുന്നുണ്ടല്ലോ PSC ക്ലാസുകൾ കേട്ട് പഠിക്കാമെന്ന്. അതെ, അങ്ങനെ പറയുന്നുണ്ട്. നമ്മളൊരു സിനിമയുടെ കഥ കേൾക്കുന്നത് പോലെ അല്ലല്ലോ PSC പഠനം. ഇതിൽ കൃത്യമായ ആർട്ടിക്കിളുകൾ ഓർക്കണം, യുദ്ധങ്ങൾ ഓർക്കണം. ഇതെല്ലാം ചെവിയിലൂടെ കേട്ടാൽ മാത്രം തലച്ചോറിൽ നിൽക്കുവോ? പേനയെടുത്ത് എഴുതി പഠിച്ചാലല്ലേ ആ ഒരു മസിൽ മെമ്മറി കിട്ടുള്ളൂ. നിങ്ങൾ ചോദിച്ച ആ സംശയം തികച്ചും സ്വാഭാവികമാണ്. കാരണം നമ്മുടെ സ്കൂൾ കാലം മുതൽ നമ്മളെ ശീലിപ്പിച്ചിരിക്കുന്നത് എഴുതി പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണല്ലോ. അതെ അതെ, എപ്പോഴും അങ്ങനെയാണല്ലോ നമ്മൾ കേൾക്കാറ്. എന്നാൽ ഇതിന്റെ പിന്നിലെ പരിണാമശാസ്ത്രം നമ്മളൊന്ന് പരിശോധിക്കണം.
അക്ഷരങ്ങൾ കണ്ടുപിടിക്കുന്നതിനും എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിനും 10,000-കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ മനുഷ്യർ വിവരങ്ങൾ കൈമാറിയിരുന്നത് കേൾവിയിലൂടെയാണ്. വാവ്, അത് ഞാൻ ചിന്തിച്ചിരുന്നില്ല. കേൾവിക്ക് അത്രയും വലിയ ചരിത്രമുണ്ട് അല്ലേ? തീർച്ചയായും. വലിയ ഇതിഹാസങ്ങളും അറിവുകളുമൊക്കെ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടത് വായ്മൊഴിയായിട്ടാണ്. അതായത് നമ്മുടെ തലച്ചോറിന് ഏറ്റവും എളുപ്പത്തിൽ വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്നത് കേൾവിയിലൂടെ തന്നെയാണ്. അത് വളരെ രസകരമായ ഒരു കണ്ടെത്തലാണ്. എഴുത്തും വായനയും തുടങ്ങിയിട്ട് കുറച്ചു കാലമല്ലേ ആയുള്ളൂ. അതെ. ഇനി നിങ്ങൾ ചോദിച്ച ആ നോട്ട്സ് എഴുതുന്ന കാര്യത്തിലേക്ക് വരാം. നമ്മൾ നോട്ട്സ് എഴുതുമ്പോൾ അവിടെ നമ്മുടെ ശ്രദ്ധ പലതായി വിഭജിക്കപ്പെടുകയാണ്. കണ്ണുകൊണ്ട് കാണണം, വായിച്ചു മനസ്സിലാക്കണം, കൈകൊണ്ടെഴുതണം. അതെ, ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ തലച്ചോറിനത് വലിയൊരു ജോലിഭാരമാണ് നൽകുന്നത്. കോഗ്നിറ്റീവ് ലോഡെന്ന് പറയും. അതുകൊണ്ടാണ് കുറച്ചുനേരം എഴുതുമ്പോഴേക്കും നമുക്ക് വല്ലാത്ത ക്ഷീണം വരുന്നത്. എന്നാൽ ഒരു ക്ലാസ് കേൾക്കുമ്പോൾ ശ്രദ്ധ പൂർണ്ണമായും ആ അറിവിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുകയാണ്. അതെ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ കേൾവിയോളം മികച്ച മറ്റൊരു മാർഗമില്ല. ഇത് കേൾക്കുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നു. നമ്മളൊരു പുതിയ പാട്ട് പഠിക്കുന്നത് എങ്ങനെയാണ്? അതിന്റെ വരികൾ ബുക്കിൽ എഴുതിവെച്ച് കാണാപ്പാഠം പഠിക്കാറില്ലല്ലോ. ഒരിക്കലുമില്ല, നമ്മളങ്ങനെ ചെയ്യാറില്ല. നമ്മൾ വെറുതെ ആ പാട്ട് പലതവണ കേൾക്കുന്നു. യാത്ര ചെയ്യുമ്പോഴോ വെറുതെ ഇരിക്കുമ്പോഴോ കേട്ട് നമ്മൾ പോലും അറിയാതെ ആ വരികൾ മനസ്സിൽ പതിയുന്നു. സമാനമായ ഒരു പ്രക്രിയ തന്നെയാണോ PSC ക്ലാസുകൾ കേൾക്കുമ്പോഴും സംഭവിക്കുന്നത്? കൃത്യമായി പറഞ്ഞാൽ അതുതന്നെയാണ് പ്രക്രിയ. പാട്ടിന്റെ ഉദാഹരണം വളരെ മികച്ചതാണ്. ഇവിടെ ആവർത്തനത്തിനാണ് പ്രാധാന്യം. വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ അത് ഓർമ്മയിൽ ആഴത്തിൽ പതിയുന്നു. ഇതിനൊപ്പം മറ്റൊരു ശാസ്ത്രീയ വശം കൂടിയുണ്ട്. ആഹാ, അതെന്താണ്? നമ്മളതിനെ സ്പേഷ്യൽ മെമ്മറി എന്ന് വിളിക്കും. അതായത് സന്ദർഭവുമായി ബന്ധിപ്പിച്ചുള്ള ഓർമ്മ. പുസ്തകം തുറന്ന് പഠിക്കാൻ ഒരു പ്രത്യേക സമയവും സ്ഥലവും വേണമല്ലേ? അതെ, ഒരു കസേരയിൽ അടങ്ങിയിരിക്കണം. എന്നാൽ കേട്ടു പഠിക്കാൻ അതില്ല. നിങ്ങൾ അടുക്കളയിൽ കടുകു വറുക്കുന്ന സമയത്തായിരിക്കും ഒരു പക്ഷേ ഫോണിലൂടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 ക്ലാസ് കേൾക്കുന്നതെന്ന് കരുതുക. ഓഹോ, അപ്പോൾ പരീക്ഷാ ഹാളിൽ വെച്ച് ആ ചോദ്യം കാണുമ്പോൾ? അതെ, ആ കടുകു വറുത്ത സന്ദർഭവും ആ അടുക്കളയിലെ ചുറ്റുപാടും നിങ്ങളുടെ തലച്ചോറ് ഓർത്തെടുക്കും. അത് വളരെ ശക്തമായൊരു ഓർമ്മപ്പെടുത്തലായി മാറും. വാവ്, അതൊരു കിടിലൻ പോയിന്റാണ്. അതായത് നമ്മുടെ ചെറിയ ചെറിയ ജോലികൾ അറിവുകളെ ഓർമ്മിച്ചെടുക്കാനുള്ള താക്കോലായി മാറുന്നു. തീർച്ചയായും. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോഴോ സാധനങ്ങൾ വാങ്ങാൻ വരി നിൽക്കുമ്പോഴോ ഒക്കെ ഈ യൂട്യൂബ് ക്ലാസുകൾ വെറുതെ കേൾക്കാം. നമ്മൾ വെറുതെ കളയുന്ന ആ ഡെഡ് ടൈം ഫലപ്രദമായി ഉപയോഗിക്കാം. അതെ, അത് വലിയൊരു മാറ്റമാണ് കൊണ്ടുവരുന്നത്. പുസ്തകം തുറക്കാനുള്ള മടി ഇവിടെ ഒരു പ്രശ്നമാകുന്നില്ല. വെറുതെ ഇയർഫോൺ വെക്കുക അല്ലെങ്കിൽ ഫോണിൽ ഓണാക്കി വെക്കുക. ഇവിടെയാണ് നമ്മൾ ഈ വിശകലനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരുന്നത്. ഈ കുറിപ്പുകൾ കൃത്യമായി ലക്ഷ്യം വെക്കുന്നത് ആരെയാണ്? സിമ്പിളായി വീട്ടിലിരുന്നുകൊണ്ട് തന്നെ വീട്ടമ്മമാർക്ക് PSC ഉയർന്ന റാങ്കോടുകൂടി പാസ്സാവാമെന്ന് സ്രോതസ്സിൽ എടുത്തു പറയുന്നുണ്ടല്ലോ. അതെ, ഇത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് വീട്ടമ്മമാർക്കാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെ വീട്ടമ്മമാരുടെ ഒരു ദിവസത്തെ ദിനചര്യ. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്നു, അടുക്കളയിൽ ഓട്ടമാണ്, കുട്ടികളെ ഒരുക്കണം, ഭർത്താവിന് ഭക്ഷണമുണ്ടാക്കണം, വീട് വൃത്തിയാക്കണം. ആ ജോലികൾക്കൊന്നും ഒരവസാനമില്ല. ശരിക്കും. ഇതിനിടയിൽ എനിക്ക് പഠിക്കാൻ 2 മണിക്കൂർ വേണമെന്ന് പറഞ്ഞ് മാറിയിരിക്കാൻ എത്ര പേർക്ക് കഴിയും? വളരെ വളരെ കുറച്ചു പേർക്ക് മാത്രമേ അതിന് സാധിക്കൂ. മാത്രമല്ല, അവിടെ മറ്റൊരു മാനസിക പ്രശ്നം കൂടിയുണ്ട്. കുടുംബത്തിലെ കാര്യങ്ങൾ മാറ്റിവെച്ച് തനിക്കായി സമയം കണ്ടെത്തുമ്പോൾ അവർക്കൊരു വലിയ കുറ്റബോധം തോന്നും. ആ ഗിൽറ്റ്, അതെ, അത് വലിയ പ്രശ്നമാണ്. താൻ കാരണം ജോലികൾ നടക്കുന്നില്ലേ എന്ന തോന്നൽ. അതെ, ആ കുറ്റബോധം വെച്ചുകൊണ്ട് പുസ്തകം വായിച്ചാലൊന്നും തലയിൽ കയറില്ല എന്ന് നമ്മൾ നേരത്തെ കോർട്ടിസോളിന്റെ കാര്യം പറഞ്ഞപ്പോ വ്യക്തമാക്കിയതാണല്ലോ. തീർച്ചയായും. അവിടെയാണ് കേട്ടു പഠിക്കുക എന്ന രീതി വലിയൊരു വിപ്ലവമായി മാറുന്നത്. അവർക്കവരുടെ ജോലികളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ടതില്ല. അതെ, അടുക്കളയിൽ പച്ചക്കറി അരിയുന്ന സമയത്തോ തുണി അലക്കുമ്പോഴോ ഫോണിൽ യൂട്യൂബ് ക്ലാസുകൾ വെറുതെ പ്ലേ ചെയ്തു വെക്കാം. അതെ, നമ്മൾ റേഡിയോ കേൾക്കുന്നത് പോലെ. നിങ്ങളിപ്പോൾ ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനലിലൂടെ ഈ ഓഡിയോ കേൾക്കുന്നത് പോലെ തന്നെ ജോലികൾക്കിടയിൽ നിങ്ങൾക്ക് PSC ക്ലാസുകളും കേൾക്കാം. മറ്റുള്ളവർക്ക് തോന്നും ഇവർ വീട്ടുജോലി ചെയ്യുകയാണെന്ന്. പക്ഷേ സത്യത്തിൽ അവർ PSC സിലബസ് കവർ ചെയ്യുകയാണ്. കൃത്യമായി പറഞ്ഞു. അവർ നഷ്ടപ്പെട്ടു പോകുന്ന സമയത്തെ വളരെ ഫലപ്രദമായ പഠന സമയമാക്കി മാറ്റുകയാണ്.
വീട് തന്നെ അവർക്കൊരു ക്ലാസ് മുറിയായി മാറുന്നു. ശരിക്കും അത് വലിയൊരു കാര്യമാണ്. പിന്നെ ഇതിൽ സ്രോതസ് ഉപയോഗിച്ച വാക്കുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വെറുതെ പാസ്സാകാം എന്നല്ല, മറിച്ച് ഉയർന്ന റാങ്കോട് കൂടി പാസ്സാവാം എന്നാണ് പറയുന്നത്. അതെ, വീട്ടിലിരുന്ന് പഠിക്കുന്നതിനെ ഉയർന്ന റാങ്കുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നത് വലിയൊരർത്ഥമുള്ള കാര്യമാണ്. നമ്മുടെ സമൂഹത്തിലൊരു ധാരണയുണ്ടല്ലോ, വലിയ നഗരങ്ങളിൽ പോയി ആയിരക്കണക്കിന് ഫീസ് കൊടുത്ത് പഠിച്ചാലേ റാങ്ക് കിട്ടൂ എന്ന്. അതെ, വീട്ടിലിരുന്ന് പഠിക്കുന്നവർക്ക് ഏറിയാൽ റാങ്ക് ലിസ്റ്റിൽ എവിടെയെങ്കിലും കടന്നുകൂടാം എന്നൊരു തെറ്റായ പൊതുബോധമുണ്ട്. അതിനെയാണ് ഇത് പൊളിച്ചെഴുതുന്നത്. തീർച്ചയായും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും വീട് വിട്ട് മാറാൻ കഴിയാത്തവർക്കും ഈ കേട്ട് പഠിക്കുന്ന രീതി ഒരു വലിയ അനുഗ്രഹമാണ്. ഇത് വിദ്യാഭ്യാസത്തെ ജനാധിപത്യവൽക്കരിക്കുകയാണ്. കാശുള്ളവന് മാത്രം പഠിക്കാമെന്ന അവസ്ഥ മാറി. ഒരു മൊബൈൽ ഫോണും ഇന്റർനെറ്റുമുണ്ടെങ്കിൽ ആർക്കും എവിടെയിരുന്നും പഠിക്കാമെന്നായി. ഈ ഓഡിയോ കേൾക്കുന്ന നിങ്ങൾ തന്നെ ഒരുപക്ഷെ എന്തെങ്കിലും ജോലി ചെയ്യുന്നതിനിടയിലായിരിക്കും ഇത് കേൾക്കുന്നത്. അതെ, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിനൊപ്പം അറിവ് നേടുക എന്നത് എത്രത്തോളം പ്രായോഗികമാണെന്ന് ശ്രോതാക്കൾ ഇപ്പോൾ തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിയാണ്. ഇതൊരു ശാക്തീകരണത്തിന്റെ കൂടി വിഷയമാണ്, അല്ലേ? സ്വന്തം സ്വപ്നങ്ങളും കരിയറുമൊക്കെ ഉപേക്ഷിച്ച് അടുക്കളയിൽ ഒതുങ്ങിപ്പോയ ഒരുപാട് സ്ത്രീകൾക്ക് ഇതൊരു വലിയ പ്രതീക്ഷയാണ്. തീർച്ചയായും. കേട്ടുപഠിക്കുക എന്ന ലളിതമായ മാർഗത്തിലൂടെ അവർക്കും ഉന്നത വിജയം നേടാൻ കഴിയുമെന്ന വലിയ സന്ദേശമാണിത്. കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം സ്വന്തമായൊരു സർക്കാർ ജോലി എന്ന സ്വപ്നത്തിലേക്കും അവർക്ക് നടക്കാം. സത്യത്തിൽ ഇതൊരു വലിയ തിരിച്ചറിവാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങളൊന്നും ചുരുക്കി പറഞ്ഞാൽ, PSC പരീക്ഷ എത്ര കടുപ്പമാണെങ്കിലും ഇനി അതിനെ ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അതെ, ടെൻഷനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. അതൊഴിവാക്കിയാൽ തന്നെ കാര്യങ്ങൾ എളുപ്പമാകും. വലിയ നോട്ട്സുകൾ എഴുതാനും പുസ്തകങ്ങൾ വായിക്കാനും സമയം കിട്ടാത്തവർക്കും, പ്രത്യേകിച്ച് വീട്ടമ്മമാർക്കും വീട്ടുജോലികൾക്കിടയിൽ വെറുതെ കേട്ടു പഠിക്കുക എന്ന സിമ്പിളായ രീതിയിലൂടെ ഉന്നത റാങ്ക് നേടാമെന്നതാണ് ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ പാഠം. അതെ, കേൾവിയിലൂടെ ആ അറിവുകൾ നമ്മുടെ ശീലങ്ങളുടെ ഭാഗമായി മാറ്റാൻ കഴിയും. അത് പരീക്ഷാ ഹാളിൽ വലിയൊരു ആത്മവിശ്വാസം നൽകും. അപ്പോൾ ഇപ്പോൾ ഈ ഓഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് നേരിട്ട് പറയാനുള്ളതിതാണ്. നിങ്ങൾ സമയം കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന ഒരു ഉദ്യോഗാർത്ഥിയോ സ്വപ്നങ്ങൾ ഉപേക്ഷിച്ച ഒരു വീട്ടമ്മയോ ആണെങ്കിൽ, നിങ്ങളുടെ വലിയ സ്വപ്നം നിങ്ങളിൽ നിന്ന് ഒട്ടും അകലെയല്ല. തീർച്ചയായുമല്ല, അത് വളരെ അടുത്താണ്. ഈ കേട്ട് പഠിക്കുക എന്ന മാന്ത്രിക വിദ്യ ഇന്ന് നിങ്ങളുടെ വിരൽത്തുമ്പിലുണ്ട്. ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനലിലെ ക്ലാസുകൾ പ്ലേ ചെയ്യുക, ജോലികൾ തുടരുക. നിങ്ങളുടെ ആ വലിയ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ഇവിടെ തുടങ്ങുകയാണ്. അതെ, യാതൊരു സമ്മർദ്ദവുമില്ലാതെ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്കത് തുടങ്ങാവുന്നതാണ്. ഈ പഠനയാത്ര നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുൻപായി നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാൻ ഞാൻ രസകരമായൊരു ചോദ്യം നൽകുകയാണ്. കേവലം കേൾക്കുക എന്നൊരു മാറ്റത്തിലൂടെ ഒരു വീട്ടമ്മയ്ക്ക് PSC എന്ന വലിയ സ്വപ്നം സ്വന്തമാക്കാൻ കഴിയുമെങ്കിൽ? വളരെ നല്ലൊരു ചിന്തയാണ്. അതെ, ഒരിക്കലും സാധിക്കില്ല എന്ന് കരുതി നമ്മൾ ഉപേക്ഷിച്ച നമ്മുടെ ജീവിതത്തിലെ മറ്റു ലക്ഷ്യങ്ങളെയും ഇത്തരത്തിൽ ചെറിയ ലളിതമായ മാറ്റങ്ങളിലൂടെ നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞേക്കില്ലേ? ഇതിനെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായും ഒന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോൾ പുതിയൊരു വിഷയവുമായി, മറ്റൊരു വിശകലനവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ കേൾവിയിലൂടെ അറിവുകൾ നേടുക, ലക്ഷ്യങ്ങളിലേക്ക് മുന്നേറുക.